ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് സ്റ്റോർ റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ മൊത്തത്തിൽ ഞാൻ നമ്മുടെ വീടും സ്റ്റോർ റൂം എല്ലാം നല്ല ക്ലീനും പിന്നെ ഒതുക്കത്തിൽ മെയിൻറ്റെയിൻ ആക്കുന്ന കുറേ ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാന്നിട്ട് നമ്മുടെ സ്റ്റോർ റൂം. ഇതെല്ലാം ഫുൾ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രങ്ങളില്ലേ, അതെല്ലാം ഒന്ന് സാധനം തീരാനായ പാത്രങ്ങളെല്ലാം കാലിയാക്കിയിട്ട് കഴുകാൻ വെക്കലാന്ന്. അങ്ങനെ വെച്ചാൽ നമുക്ക് പിന്നെ പുതിയ സാധനം വാങ്ങുമ്പം നല്ല വൃത്തിയായിട്ട് തന്നെ വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതാ പഞ്ചസാരൻ്റെ പാത്രം കാലിയാകുന്നുണ്ട്. ഇത് നമ്മൾ പഞ്ചസാര യൂസ് ആക്കുന്ന ആ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് ഈ പാത്രം നമുക്ക് കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആദ്യം മേലെ തട്ടിലുള്ള സാധനമെല്ലാം നമുക്ക് ഇറക്കി വെക്കാം. അങ്ങനെ ഇതാ മൊത്തത്തിൽ മേലത്തെ തട്ടിലുള്ള സാധനമെല്ലാം ഇറക്കിയിട്ടുണ്ട്. അവിടെ മാറാലയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ നമുക്കിതുപോലത്തെ മാച്ചിയെടുത്താൽ നമ്മൾ മാച്ചി എന്നാന്നിട്ട് പറയൽ, അത് മാച്ചിയെടുത്താൽ നമുക്ക് നല്ല വൃത്തി ക്ലീനാക്കാൻ പറ്റും. അപ്പോൾ മാച്ചി കൊണ്ട് പൊടിയെല്ലാം തുടച്ചതിന് ശേഷം ഒരു നല്ല വെറ്റായിട്ടുള്ള ഒരു തുണി കൊണ്ട് ഫുള്ളായിട്ട് മേലത്തെ തട്ടെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടാ. ഇനി നമ്മൾ താഴത്തെ തട്ടിലുള്ള സാധനമെല്ലാം ഒന്ന് കാലിയാക്കി എടുക്കുക. ഇനി ഇതാ സവാള വെളുത്തുള്ളിയെല്ലാം കാണുന്നില്ലേ, ഇതുപോലെ എപ്പോഴും വെക്കലില്ല കേട്ടോ. ഇത് നമ്മൾ അത് വെക്കുന്ന സ്റ്റാൻഡില്ലേ, അത് കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴത്തെ തട്ടെല്ലാം എല്ലിലെ സാധനമെല്ലാം ഒന്ന് കാലിയാക്കിയിട്ട് അവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. പിന്നെ നമ്മൾ സ്റ്റോർ റൂം എപ്പോൾ ക്ലീൻ ആക്കുമ്പം നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നില്ലേ, മാസത്തിലെല്ലാം സാധനം വാങ്ങാൻ പോകുന്നില്ലേ, അതിന് തലേന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അതുപോലെ ചെയ്താൽ നമുക്ക് ഏതെല്ലാം സാധനം ബാക്കിയുണ്ട്, ഏതെല്ലാം തീർന്ന് അങ്ങനെയെല്ലാം കറക്റ്റായിട്ട് നോക്കാനും പറ്റും. പിന്നെ ആ കഴിഞ്ഞ പാത്രമെല്ലാം നമുക്ക് കഴുകിയിട്ട് ഉണക്കി വെച്ചാൽ നമുക്കത് പുതിയ സാധനം വെക്കുന്നില്ല, അപ്പോൾ അത് കറക്റ്റായിട്ട് നേർക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ മെസ്സപ്പ് ആവില്ല. ഇത് നമ്മൾ ഉപയോഗിച്ച പാത്രത്തിൽ തന്നെ പിന്നെയും ഉപയോഗിക്കുമ്പോൾ അതൊരു മെസ്സപ്പായി കാണുമല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് പൊടിയിൽ തുടച്ചിട്ട് ഞാനിതാ സ്കോച്ച് ബ്രൈറ്റ് ഇല്ലേ, അതുപോലത്തെ ഒരു സ്പോഞ്ചിൽ വെള്ളം ലിക്വിഡ് ഇട്ട് തുടക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളം മുക്കിയിട്ട് ഒരു 2-3 വെള്ളത്തിൽ നല്ല പോലെ തുണിയിൽ തുടച്ചെടുത്താൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. ക്ലീനാക്കിയ സ്ഥലമെല്ലാം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ പാത്രമെല്ലാം ഒന്ന് തുടച്ചിട്ട് ഇതേ സ്ഥലത്ത് തന്നെ നല്ല വൃത്തിയായിട്ട് വെക്കാട്ടെ. നല്ല ഒരുപോലെ വെച്ചാൽ നമുക്ക് കാണാനും വൃത്തി ഉണ്ടാവും. അത് യൂസ് ആക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇതായിരിക്കും. എങ്ങനെയല്ലോ മെസ്സപ്പാക്കി വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വെക്കുന്നത് അതാത് സ്ഥലത്ത് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തേടാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല. നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ സ്ഥാനത്താണ് ഈ സാധനം ഉള്ളത്. അതുപോലെ എല്ലാ സാധനത്തിനും അതിൻ്റേതായ സ്ഥലം കണ്ടുവച്ചാൽ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഉപകാരം ആണെന്നായിരിക്കും. ഇതെല്ലാം മിക്കാളും ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇഷ്ടമാണെന്നില്ലെങ്കിൽ അങ്ങനെ വിട്ടേ. അപ്പോൾ ഇതാ ഞാൻ താഴത്തെ തട്ടെല്ലാം ഏകദേശം പാത്രമെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മേലത്തെ തട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ ഒരുപോലത്തെ പാത്രം ഇപ്പോൾ ഒന്നിച്ച് വെക്കാൻ നോക്കണം കേട്ടോ. അതാകുമ്പോൾ നല്ല വൃത്തിയിൽ കാണും. ഈ സൈഡിലായിട്ടാകുമ്പം ഈ ലോണ്ട്രീൻ്റെ സാധനമില്ലേ, സർഫ് എക്സൽ പിന്നെ ലിക്വിഡ് അതുപോലത്തെ എല്ലാം വെക്കൽ. അപ്പോൾ ഇതാ ഏകദേശം മേലത്തെ സാധനം എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ കുറച്ച് ബക്കറ്റ്സ് എല്ലാം ഉണ്ട്. അതിൽ കാലിയായ ബക്കറ്റ്സ് എല്ലാം കഴുകാനെടുക്കണം. പിന്നെ ബാക്കിയുള്ള ബക്കറ്റ്സ് എല്ലാം മാറ്റിയിട്ട് ഇടൊന്ന് വൃത്തിയാക്കി എടുക്കണം.
അപ്പോൾ ഇത് താഴെല്ലാം ഒന്ന് ഫുള്ള് അടിച്ചു വാരലാന്ന്. അടിച്ചു വാരിയിട്ട് നമുക്ക് മോപ്പ് ചെയ്തെടുക്കലാന്ന്. ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഴിഞ്ഞ കുറേ വീഡിയോസിൽ കമൻസിൽ കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, ഗ്രൈൻഡർ ഏതാണ്, ഗ്രൈൻഡറിൽ തേങ്ങ ചിരകുമ്പോൾ അത് അരഞ്ഞ് പോകില്ലെന്ന്. അരഞ്ഞ് പോകില്ലട്ടാ. അത് തേങ്ങ ചിരകുന്നതും അരക്കുന്നതും വേറൊരു സാധനമുണ്ട്. അത് തേങ്ങ ചിരകുമ്പം ആ ഗ്രൈൻഡ് ചെയ്യുന്ന സാധനം എടുത്ത് മാറ്റലാന്ന്. അതുപോലെയാണ് കേട്ടോ ചെയ്യൽ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാന്നിട്ട് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. ഇൻഷാല്ല പുതിയ വീഡിയോസ് വ്ളോഗ്സും റെസിപ്പീസുമായി ഇൻഷാല്ല വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.